നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അതിനായിട്ട് അടപ്പ് കത്തിച്ചതിന് ശേഷം ചട്ടി അടപ്പത്ത് വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ബട്ടർ മാത്രമായിട്ടും ചെയ്യാം, എണ്ണ ഇപ്പോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഏലക്കായ, പട്ട, കറിയാമ്പ്, കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കുക. ഇത് വാടിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി വാട്ടിയെടുക്കുക. നമുക്കത് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി വാട്ടിയെടുക്കുക. ഇതെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം കസ്തൂരി മെത്തിയാണ് ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഉലുവയുടെ ഇല, ഇപ്പം ഞാൻ കുതിർത്തി വെച്ച കശുവണ്ടിയും ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്ത ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കുക. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. പട്ട, കറിയാമ്പ്, ഏലക്കായ അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇപ്പോൾ ഞാൻ പാലാണ് ചേർക്കുന്നത്, പശുവും പാൽ. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതാ ചേർത്ത് കൊടുക്കേണ്ട. ഫ്രഷ് ക്രീം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാലയിൽ ഉപ്പിട്ടതായിരുന്നു. നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ തിളച്ച് വരുമ്പോൾ നമുക്ക് പനീർ ഇട്ട് കൊടുക്കുക. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തതിന് ശേഷം നന്നായി ചാറ് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. റെഡിയാക്കി നോക്കുക. നമ്മുടെ കറി ഇപ്പോൾ റെഡിയായി.